എല്ലാവർക്കും PSC വോയേജറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലോറസ് പുരസ്കാരം. 2025 ലോറസ് പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട അവാർഡ് ജേതാക്കളെയും അവരുടെ കായിക ഇനങ്ങളും രാജ്യങ്ങളും എല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. എല്ലാവരും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഈ ലോറസ് പുരസ്കാരത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, കായിക ഓസ്കാർ. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഏത്? ലോറസ് പുരസ്കാരം. അപ്പോൾ ലോറസ് പുരസ്കാരത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? കായിക ഓസ്കാർ. ഇത് എല്ലാ വർഷവും ഈ കായിക മേഖലയിലെ പ്രതിഭകളെയും അവരുടെ ടീമുകളെയും ഒക്കെ എല്ലാ വർഷവും ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരു പുരസ്കാരമാണ് ഏത്? ഈ ലോറസ് പുരസ്കാരം എന്ന് പറയുന്നത്. 1999 ലോറസ് സ്പോർട്ട് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ സ്ഥാപക രക്ഷാധികാരികളായ ഡൈംലറും റിച്ചേമോണ്ടും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. അത്ലറ്റിക്സിലെ വിജയത്തിന്റെ പരമ്പരാഗത പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ലോറൽ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലോറസ് എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ഇതുവരെ ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഏത്? ലോറസ് പുരസ്കാരം. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ അത് നോക്കാം. അതിൽ വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയറും വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ, അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ്, അതായത് 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്, അല്ലെങ്കിൽ ഡ്യൂപ്ലാന്റിസ് എന്നാണെങ്കിൽ നമുക്ക് ഓർത്തിരുന്നാൽ മതി. അർമാൻഡോ ഡ്യൂപ്ലാന്റിസിനാണ് 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. ഈ അർമാൻഡോ ഡ്യൂപ്ലാന്റിസ് പോൾവാൾട്ട് താരമാണ്. ഏത് കായിക മേഖലയിലാണ് അർമാൻഡോ ഡ്യൂപ്ലാന്റിസ് പ്രസിദ്ധനായിരിക്കുന്നത്? പോൾവാൾട്ട് താരമാണ് ആര്? അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്. അതുപോലെ അർമാൻഡോ ഡ്യൂപ്ലാന്റിസിന്റെ രാജ്യം എന്ന് പറയുന്നത് സ്വീഡൻ ആണ്. പലതവണ ഈ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മെമ്മറിയിൽ അത് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക. വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്. അദ്ദേഹം പോൾവാൾട്ട് താരമാണ്, സ്വീഡൻ ആണ് സ്വദേശം. അടുത്ത പോയിന്റ് നോക്കാം. 2025 വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സിമോണി ബൈൽസ്. അപ്പോൾ ലോറസ് പുരസ്കാരത്തിൽ 2025 വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് സിമോണി ബൈൽസിനാണ്. സിമോണി ബൈൽസ് ഏതാണ് കായിക ഇനം? ജിംനാസ്റ്റിക്സ്. ജിംനാസ്റ്റിക്സ് താരമാണ് സിമോണി ബൈൽസ്. അവർ US സ്വദേശിയാണ്. അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് അർമാൻഡോ ഡ്യൂപ്ലാന്റിസിനും വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് സിമോണി ബൈൽസിനുമാണ്. അർമാൻഡോ ഡ്യൂപ്ലാന്റിസ് ഏതാണ് കായിക ഇനം? പോൾവാൾട്ട്. സിമോണി ബൈൽസ് ജിംനാസ്റ്റിക്. ഇവരുടെ രാജ്യം, അർമാൻഡോ ഡ്യൂപ്ലാന്റിസ് സ്വീഡൻകാരനാണ്, സിമോണി ബൈൽസ് US സ്വദേശിയാണ്. രണ്ടും കിട്ടിയെന്ന് കരുതുന്നു. നമുക്ക് ഈ രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അഗെയിൻ 2025 ലോറസ് സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? റാഫേൽ നദാൽ. 2025 ലോറസ് പുരസ്കാരത്തിൽ സ്പോർട്ടിംഗ് ഐക്കൺ ലോറസ് സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് ലഭിച്ചത് റാഫേൽ നദാൽ. അടുത്തത് വേൾഡ് ടീം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് റോയൽ മാഡ്രിഡ്. 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് ടീം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് ടീമിനെയാണ്? റോയൽ മാഡ്രിഡിനെയാണ് വേൾഡ് ടീം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്. അഗെയിൻ വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ, ലാമിൻ യമാൽ. വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ലാമിൻ യമാൽ. നമുക്കൊന്നുകൂടെ ഈ പേജിലെ കാര്യങ്ങളൊന്ന് നോക്കാം. 2025 ലോറസ് പുരസ്കാരത്തിൽ ലോറസ് സ്പോർട്ടിംഗ് ഐക്കൺ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? റാഫേൽ നദാൽ. വേൾഡ് ടീം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് റോയൽ മാഡ്രിഡ്. വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയത് ലാമിൻ യമാൽ. കിട്ടിയെന്ന് കരുതുന്നു.
അടുത്ത പോയിന്റ്, വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ. 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ്? റെബേക്ക ആൻഡ്രേസിനെയാണ് വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്. വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വിത്ത് ഡിസബിലിറ്റി. ആരെയാണ് 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വിത്ത് ഡിസബിലിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത്? ജിയാങ് യുയാൻ. ജിയാങ് യുയാനെയാണ് 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ വിത്ത് ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിൽ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് റെബേക്ക ആൻഡ്രേസിനെയും വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വിത്ത് ഡിസബിലിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത് ജിയാങ് യുയാനെയും ആണ്. അടുത്ത പോയിന്റ്, വേൾഡ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ. ആരെയാണ് വേൾഡ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത്? ടോം പിറ്റ്കോക്ക്. 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ടോം പിറ്റ്കോക്കിനെയാണ്. ഇനി ലോറസ് പുരസ്കാരത്തിൽ 2025 ലോറസ് പുരസ്കാരത്തിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയത് ആരാണ്? കെല്ലി സ്ലാട്ടർ. കെല്ലി സ്ലാട്ടർ ആണ് 2025 ലോറസ് പുരസ്കാരത്തിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് സ്വന്തമാക്കിയത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായ ഈ ലോറസ് പുരസ്കാരത്തിലെ ചില നേട്ടങ്ങൾ. നമുക്ക് ആദ്യത്തെ 2 ലോറസ് സ്പോർട്സ് മാനും സ്പോർട്സ് വുമണും നിർബന്ധമായിട്ട് നിങ്ങൾ ആ പേര് പഠിച്ചിരിക്കണം. അവരുടെ കായിക ഇനവും പഠിക്കണം, രാജ്യവും ഓർത്തിരിക്കണം. ബാക്കി ഇതെല്ലാം ഒന്ന് കേട്ടൊന്ന് നോക്കുക. കാരണം നമുക്ക് ആ പേര് കാണുമ്പോൾ നമ്മുടെ മൈൻഡിലൊന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ഈ പേരുകളെല്ലാം ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ആദ്യം മുതലൊന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കി വരാം. വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്? അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്. വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് സിമോണി ബൈൽസ്. അർമാൻഡോ ഡ്യൂപ്ലാന്റിസ് പോൾവാൾട്ട് താരമാണ്. സിമോണി ബൈൽസ് ജിംനാസ്റ്റിക്സ് താരമാണ്. സ്വദേശം, അർമാൻഡോ ഡ്യൂപ്ലാന്റിസിന്റെ സ്വദേശം സ്വീഡൻ. സിമോണി ബൈൽസ് US സ്വദേശിയാണ്. സ്പോർട്ടിംഗ് ഐക്കൺ പുരസ്കാരം 2025 ലോറസ് പുരസ്കാരത്തിൽ ലോറസ് സ്പോർട്ടിംഗ് ഐക്കൺ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? റാഫേൽ നദാൽ. വേൾഡ് ടീം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് റയൽ മാഡ്രിഡ്. വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ലാമിൻ യമാൽ. വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ 2025 ലോറസ് പുരസ്കാരത്തിൽ വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് റെബേക്ക ആൻഡ്രേസ്. വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വിത്ത് ഡിസബിലിറ്റി ജിയാങ് യുയാൻ. വേൾഡ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ടോം പിറ്റ്കോക്ക്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് സ്വന്തമാക്കിയത് കെല്ലി സ്ലാട്ടർ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള പോയിന്റ്സ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്